ബിഗ് ബോസ് മലയാളം സീസൺ 7 റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശരിക്കും ഇന്ന് വീക്കെൻഡ് ഷോ ഭയങ്കര ബോറായിരുന്നു. വീക്കെൻഡ് എപ്പിസോഡ് ഇന്നത്തേതുപോലെ പരമ ബോറ് പിടിച്ചൊരു വീക്കെൻഡ് എപ്പിസോഡ് ഇതുവരെയും ഞാൻ കണ്ടിട്ടില്ല. അത്രയേറെ ബോറായിരുന്നു. പക്ഷെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഷോയിൽ നിന്നും ലാലേട്ടൻ പിണങ്ങി പോയതിന് ശേഷമൊക്കെ നമ്മുടെ ബിന്നി പുറത്ത് ഇങ്ങനെ ഇരുന്ന് കരയുകയാണ്. പുള്ളിക്കാരത്തി ഇരുന്ന് കരയുകയാണ്. അപ്പോൾ നമ്മുടെ അനീഷ് ഉണ്ട് ഒപ്പം. അപ്പോൾ അനീഷ് കാര്യം ചോദിക്കുന്നുണ്ട്, എന്തിനാണ് കരയുന്നതെന്ന് ചോദിക്കുമ്പോൾ ബിന്നി ആദ്യം ഒന്നും പറയുന്നില്ല. പക്ഷെ പിന്നീട് ബിന്നി പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ അനീഷ് നിർബന്ധിച്ചതിൻ്റെ പേരിലാണ് ബിന്നി കാര്യം പറയുന്നത്. മറ്റൊന്നുമല്ല, ബിന്നി പറയുന്നതെന്ന് വെച്ചാൽ, എന്നെ ഇവിടെ ആദ്യമൊക്കെ ആളുകൾ തമാശയ്ക്കൊക്കെ കുത്തിത്തിരിപ്പെന്ന് പറയുമായിരുന്നു. ആ ഒരു സോങ്ങിലൊക്കെ അക്ബർക്കയൊക്കെ എന്നെ കുത്തിത്തിരിപ്പെന്ന് പറഞ്ഞു. അന്നൊന്നും എനിക്കൊരു വിഷമവും തോന്നിയിട്ടില്ല. അതൊരു തമാശയല്ലേ എന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പോൾ എങ്ങനെയാന്ന് വെച്ചാൽ, ഇവിടെ ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ അതൊന്ന് ചോദ്യം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അത് എന്താണ് അതിൻ്റെ റീസൺ എന്ന് തിരക്കാനായിട്ട് ഞാൻ ചെല്ലുമ്പോഴേക്കും പല ആളുകളും കുത്തിത്തിരിക്കാനായിട്ട് ആളെത്തിയിട്ടുണ്ട്, നീ കുത്തിത്തിരിക്കാനാണോ ഇങ്ങോട്ട് വന്നത് എന്നുള്ള രീതിയിലുള്ള വർത്തമാനങ്ങളൊക്കെ പറയുന്നുണ്ട്. അതെനിക്ക് വല്ലാതെ വേദന ഉണ്ടാക്കുന്നു. അതായത് പുറത്തുള്ളവരപ്പോൾ എന്നെ പറ്റി എന്തായിരിക്കും കരുതുക? ഞാൻ ഈ ഷോയിലേക്ക് വരുമ്പോൾ ഇതൊരു നെഗറ്റീവ് ഷോയാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് വന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ എനിക്ക് ഒരു കാര്യം പോലും ആരോടും ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നടക്കുമ്പോൾ അതെന്താണെന്ന് തിരക്കാനോ കൂടി സാധിക്കുന്നില്ല. കാരണം ഞാൻ അടുത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ കുത്തിത്തിരിക്കാനായിട്ട് വന്നിട്ടുണ്ട്. കുത്തിത്തിരിപ്പിൻ്റെ ആൾ വന്നു, നീ എന്തിനാ വന്നത്, കുത്തിത്തിരിക്കാനാണോ എന്നൊക്കെയുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ വരുന്നത് കൊണ്ട് ബിന്നിക്ക് നല്ല സങ്കടമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ബിന്നി കരയുകയാണ്. അപ്പോൾ അനീഷ് പറയുന്നുണ്ട്, എനിക്കും അത് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. ബിന്നിയെ കാണുമ്പോൾ പലരും ഇങ്ങനെ പറയുമ്പോൾ എനിക്കും വല്ലാണ്ട് ഇറിറ്റേറ്റ് ആയിട്ടുണ്ട്. അത് കേൾക്കുമ്പോഴത്തേക്ക് സങ്കടപ്പെടുകയൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ ഇവർ തമ്മിൽ സംസാരിക്കുന്നതിൻ്റെ ഇടയിലായിട്ട് നമ്മുടെ ലക്ഷ്മി വന്നിട്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് പുള്ളിക്കാരത്തി കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ലാസ്റ്റ് കാണിച്ച് ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാസ്റ്റ് കാണിച്ച് നിർത്തിയ സംഭവം എന്ന് പറഞ്ഞാൽ, അല്ലാണ്ട് ലാലേട്ടൻ വന്നിട്ട് ആ ഒരു ഷോയൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഭയങ്കര മോശമായിരുന്നു, ഒരു രസമില്ലായിരുന്നു. പക്ഷേ ഇന്നലെ വളരെ രസകരമായ രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഭയങ്കര ബോറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്ന് കരുതി നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെ ഫീൽ ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം, ഇന്നത്തെ ഷോയെ കുറിച്ചിട്ടുള്ള അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.